Hey guys, it's me Ashwati and welcome back to our channel MENTORTALES. നമ്മൾ ഇന്ന് 4th സെമ്മത്തെ സ്പെക്ട്രം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ലിറ്റററി ക്രിറ്റിസിസം നമ്മൾ കുറച്ച് എത്തിയിട്ടുണ്ട്, ബാക്കി നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെക്ട്രം സ്റ്റാർട്ട് ചെയ്യാണ്, കാരണം ഫസ്റ്റ് എക്സാം വരുന്നത് സ്പെക്ട്രമാണ് 4th സെമ്മിൽ. ഓക്കെ, അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ 4 മൊഡ്യൂൾസാണ് വരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ലിറ്ററേച്ചർ ആൻഡ് മീഡിയ, സെക്കൻഡ് മൊഡ്യൂൾ ഗ്ലോബലൈസേഷൻ ആൻഡ് IPR, തേർഡ് മൊഡ്യൂൾ നേഷൻ ആൻഡ് ഇറ്റ്സ് ബൗണ്ടറീസ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ദ മാർജിനലൈസ്ഡ് ആൻഡ് യുവർ റൈറ്റ്സ് ആണ്. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ചാപ്റ്റർ സമ്മറി അല്ല നോക്കണത്, നമ്മളിതിൽ ഓരോരുത്തരും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കണത്, എല്ലാ ചാപ്റ്ററത്തെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എല്ലാതും എഴുതാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, സോ നമ്മളെന്തായാലും എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ലിറ്ററേച്ചർ ആൻഡ് മീഡിയയിലെ ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് അമാൻഡ മിക്കലോപോലോൻ്റെ ഡിവൈഡഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ. ഓക്കെ, ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ചാപ്റ്റർ അമാൻഡ മിക്കലോപോലോൻ്റെയാണ്. അപ്പോൾ ഇതിൽ 4 എപ്പിക്സിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഗ്രീക്കുകാരനായിട്ടുള്ള ഹോമറിൻ്റെ ഒഡീസിയസ്, പിന്നെ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ്, ദെൻ ഗോത്തേൻ്റെ വേർത്തർ ആൻഡ് സെർവൻറ്റിസിൻ്റെ ഡോൺ ക്വിക്സോട്ട്. ഓക്കെ, ഈ 4 എണ്ണത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് ഹാംലെറ്റ്, ഒഡീസിയസ്, വേർത്തർ ആൻഡ് ഡോൺ ക്വിക്സോട്ട് മോഡേൺ? ഓക്കെ, ഹാംലെറ്റ്, ഒഡീസിയസ്, വേർത്തർ ആൻഡ് ഡോൺ ക്വിക്സോട്ട് ഇവരെ മോഡേൺ ആക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഇവർ മോഡേൺ ആവുന്നത് ബിക്കോസ് ദേ ആർ മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ്. ഓക്കെ, പോയിൻറ്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഓർത്തിരുന്നാലും മതി. സോ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൻറ്റി ഹീറോസാണ് ഇവർ. ഓക്കെ, പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഹീറോസിൻ്റെ ആൻറ്റി മീൻസ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവരാണ് ഇവർ. ഓക്കെ, സോ ഇതിൽ ഒഡീസിയസ് എന്ന് പറയുന്നത് ഒരു ഷിപ്രക്ഡ് സെയിലറാണ്. ഷിപ്രക്ഡ് സെയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കപ്പൽ ദുരന്തത്തിൽ പെട്ടിട്ട് ആകെ കഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഒരു ഒഡീസിയസ്. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രശ്നം എന്താണ്? ഹി സീസ് ദ ഗോസ്റ്റുകളെ കാണും, പ്രേതങ്ങളെ കാണും. ഓക്കെ, ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡ്രീമറാണ്. അയാളൊരു വെറുതെ ഓരോ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് ഡോൺ ക്വിക്സോട്ട്. വേർദറിൻ്റെ പ്രശ്നം എന്താണ്? ഹീ ഈസ് റൂൾഡ് ബൈ പാഷൻ. ഓക്കെ, അയാളൊരു പ്രണയം തലക്കി പിടിച്ചിട്ടുള്ള ഒരാളാണ് ഈ ഒരു വേർദർ എന്ന് പറയുന്നത്. സോ ഇതാണ് അവരിലുള്ള ഒരു ആൻറ്റി ഹീറോയിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് മേക്സ് ഹാംലെറ്റ്, ഒഡീസിയസ്, വേർത്തർ ആൻഡ് ഡോൺ ക്വിക്സോട്ട് മോഡേൺ എന്ന് ചോദിച്ചാൽ, ദേ ആർ മോഡേൺ ബിക്കോസ് ദേ ആർ മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ്. ഓക്കെ, വി റെക്കഗ്നൈസ് ദം ആൻഡ് മീറ്റ് ദം ഇൻ ലൈറ്റ് ഓഫ് ദിയർ പോപ്പുലാരിറ്റി. Odysseus is a shipwrecked sailor, Hamlet sees ghost, Don Quixote is a dreamer, and Werther is ruled by passion. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് എഴുതി, ഈ 4 ആളുകളുടെയും ഈ കാര്യങ്ങൾ അങ്ങോട്ട് മാറാതെ നോക്കുക. അപ്പോൾ ഇതാണ് അവരെ മോഡേൺ ആക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഒഡീസിയസ് അപ്പിയർ ടു നോസിക്ക ആൻഡ് ഹെർ കമ്പാനിയൻസ് വെൻ ഹി ലാൻഡഡ് ദ ഐലൻഡ് ഓഫ് ഫേഷ്യൻസ്? ഓക്കെ, ഇപ്പോൾ ഒഡീസിയസ് ഫേഷ്യൻസിൻ്റെ ആ ഒരു ലാൻഡിലെത്തിയപ്പോൾ നൗസിക്ക ആൻഡ് അവളുടെ കൂട്ടുകാർ അവരുടെ മുന്നിൽ എങ്ങനെയാണ് കാണപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒഡീസിയസ് എന്താണ്? ഒരു ഷിപ്രക്ഡ് സെയിലറാണ്. ആ ഒരു കപ്പൽ ദുരന്തത്തിൽ പെട്ടിട്ട് ആകെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് അയാൾ എത്തുന്ന ഒരു ഐലൻഡാണ് ഈ ഫേഷ്യ എന്ന് പറയുന്നത്. സോ ഫേഷ്യൻസിൽ അയാൾ ആദ്യം കാണുന്നത് ഈ നോസിക്ക അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരുടെ മുന്നിലാണ്. സോ എങ്ങനെയായിരുന്നു അവളുടെ അപ്പിയറൻസ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? അപ്പോൾ ഒഡീസിയസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൊറിഫൈങ് ആയിട്ടാണ് ഇവർക്ക് തോന്നിയത്, ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരാളായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൽകെപ്റ്റ് ലയൺ, അതായത് പട്ടിണിക്കിട്ടൊരു സിംഹത്തിനെ പോലെ അത്രയും വിശപ്പ് കൊണ്ട് അയാളുടെ കണ്ണൊക്കെ ബേൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഭയങ്കര ധൃതിയിൽ ഏതോ ഒരു ഇരേനെ പിടിക്കാനുള്ള ഒരു ധൃതിയിൽ നിൽക്കുന്ന പട്ടിണിക്കിട്ട ഒരു സിംഹത്തിനെ പോലെ ഭയങ്കര ഹൊറിഫൈങ് ആയിട്ടാണ് ഈ ഒരു ഒഡീസിയസിനെ കാണപ്പെട്ടിരുന്നത്. ഓക്കെ, സോ അവൻ ഭയങ്കര ഹംഗ്രിയാണ് ആൻഡ് ഹി വാണ്ട്സ് ടു ഈറ്റ്. ഓക്കെ, അപ്പോൾ ഭയങ്കര വിശന്നിട്ട് അങ്ങനെ അത്രയും ധൃതി എന്തെങ്കിലും കഴിക്കാനുള്ളൊരു ധൃതിയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഒഡീസിയസിനെ കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്കത് പറയാൻ പറ്റാം? ഇൻ ദ ഐസ് ഓഫ് നോസിക്ക ആൻഡ് ഹെർ കമ്പാനിയൻ ഒഡീസിയസ് ലുക്സ് ഹോറിഫൈങ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നത്? ലൈക്ക് എ ഇൽകെപ്റ്റ് ലയൺ. ഓക്കെ, ഒരു ഇൽകെപ്റ്റ് ലയണിനെ പോലെ. ഹിസ് ഐസ് വർ ബേണിങ് ആസ് ഇഫ് ഹി ഈസ് ഗോയിങ് ഔട്ട് ടു ക്യാച്ച് എ പ്രേ. ഓക്കെ, സോ ഹി ഈസ് വെരി ഹംഗ്രി ആൻഡ് ഹി വാണ്ട്സ് ടു ഈറ്റ്. ദർ ഈസ് വെരി മച്ച് അർജൻസി ഇൻ ഹിസ് ഹങ്കർ. മെയിനായിട്ടുള്ളത് ഇൽകെപ്റ്റ് ലയണിനെ പോലെ ആയിരുന്നു, ഹൊറിഫൈങ് ആയിരുന്നു. ഈ 2 പോയിൻറ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഡോൺ ക്വിക്സോട്ട്സ് എക്സ്പ്ലനേഷൻ ഫോർ വാണ്ടറിങ് അറൗണ്ട് ഇൻ ആർമർ ഡ്യൂറിങ് പീസ് ടൈം? സോ ഡോൺ ക്വിക്സോട്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? ഡോൺ ക്വിക്സോട്ട് ഒരു ഡ്രീമർ, ഒരു സ്വപ്നത്തിൽ പലതരം സ്വപ്നങ്ങൾ വെറുതെ കാണുന്ന ഒരാളാണ് ഡോൺ ക്വിക്സോട്ട്. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡോൺ ക്വിക്സോട്ട്
സമാധാനപരമായിട്ട് നിൽക്കുന്നൊരു സമയം, അതായത് സമാധാനം നിലനിൽക്കുന്ന സമയമാണ്, ദാറ്റ് ഈസ് പീസ് ടൈം. ആ സമയത്ത് അയാൾ പട്ടാള കവചം ധരിച്ചുകൊണ്ട് അങ്ങനെയാണ് ആൾ കറങ്ങി നടക്കുന്നത്. അപ്പോൾ ആളുകൾ ചോദിച്ചപ്പോൾ അതെന്തിനാണ് അങ്ങനെ ഈ ഒരു സമാധാനത്തിൻ്റെ ടൈമിൽ ഇങ്ങനെ പട്ടാള കവചം ധരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നതിനുള്ള കാരണം എന്താണ് അയാൾ പറഞ്ഞത് എന്നാണ് ചോദിക്കണത്. ഓക്കെ, സോ ഡോൺ ക്വിക്സോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, അയാളൊരു മാഡ് മാനാണ്. അപ്പോൾ അയാൾ എന്തിനാണ് ഇങ്ങനെ പീസ് ടൈമിൽ ഇങ്ങനെ ആർമർ ധരിച്ച് നടക്കണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അയാളൊരു വാണ്ടറിങ് നൈറ്റാണ്. ഓക്കെ, വാണ്ടറിങ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കുന്ന ഒരു യോദ്ധാവാണ്. മാത്രമല്ല ഇയാൾ ദൈവത്തിന് എർത്തിലുള്ള അംബാസഡർ, ഓക്കെ, ദൈവത്തിന് എർത്തിലുള്ള പ്രതിനിധിയാണ് ഇയാൾ എന്നാണ് അയാൾ പറഞ്ഞത്. ഓക്കെ, ദാറ്റ് വാസ് ഹിസ് എക്സ്പ്ലനേഷൻ. Okay, so Don Quixote is a madman to the villagers. So when they asked him why he is moving in armor in peacetime, what he said that he is a wandering knight. Okay, an ambassador of God in earth എന്നാണ് പറഞ്ഞത്. സോ 2 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ഒന്ന്, അയാളൊരു വാണ്ടറിങ് നൈറ്റ് ആണെന്ന് പറഞ്ഞു, പിന്നെ ഗോഡിൻ്റെ എർത്തിലുള്ള അംബാസഡർ ആണെന്നും പറഞ്ഞു. നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോൾ സ്പെല്ലിങ് നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ വാണ്ടറിങ് നൈറ്റ് എന്ന് പറയുമ്പോൾ NIGHT അല്ല, KNIGHT ആണ്. അപ്പോൾ ആ സ്പെല്ലിങ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഡോൺ ക്വിക്സോട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഗോത്തേസ് വേർദർ സെൻഡ് ഹിസ് സെർവൻറ്റ് ടു ലോട്ടേസ് ഹൗസ്? ഓക്കെ, ഇവിടെ ലോട്ടെ എന്ന് പറയുന്നത് ചാർലട്ടിൻ്റെ ലോട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗോത്തേൻ്റെ വെർദർ എന്തിനാണ് തൻ്റെ സെർവൻറ്റിനെ ഈ ലോട്ടേൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത്? ലോട്ടെ പറയുമ്പോൾ ചാർലോട്ടാണ്, അതിൻ്റെ ഷാലറ്റിനാണ് ശരിക്കും പ്രൊണൗൺസ് ചെയ്യുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലോട്ടെ എന്നൊക്കെ പഠിച്ച് വയ്ക്കുക. ഓക്കെ, സോ ഗോത്തെ എന്തിനാണ് തൻ്റെ വേർദർ എന്നുള്ളത് ഗോത്തേൻ്റെ ക്യാരക്ടറാണ്. സോ വേർദറിൻ്റെ സെർവൻറ്റിനെ എന്തിനാണ് ലോട്ടേൻ്റെ വീട്ടിലേക്ക് അയച്ചത്? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു വേർദർ എന്ന് പറയുമ്പോൾ അയാൾ ആരാണ്? അയാൾ പ്രണയം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ വേർദർ ഈ ലോട്ടൻ്റെ ഹൗസിലേക്ക് സെർവൻറ്റിനെ വിട്ടത് എന്തിനാന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ഹിസ് ക്രേസി ലവ് ഫോർ ലോട്ടെ. ഈ ഷാർലറ്റിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ഒരാളാണ് വേർദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ ഈ ഒരു സെർവൻറ്റിനെ അവളുടെ വീട്ടിലേക്ക് വിടുന്നതിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹി കുഡ് ഹാവ് സം വൺ ഹു ഹാസ് ബീൻ ക്ലോസ് ടു ഹെർ നിയർ ഹിം. ഓക്കെ, ഈ സെർവൻ്റ് അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സെർവൻ്റ് അവളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ കുറച്ച് നേരം. സോ അവളുടെ അടുത്ത് കുറച്ച് നേരം നിന്ന ഒരാൾ അയാളുടെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് സെർവൻറ്റിനെ വെർദർ വിടുന്നത്. സോ യു ക്യാൻ സീ ഹൗ മാഡ് ഹീ ഈസ്. അപ്പം അത്രയും പ്രണയം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരാളാണ് വെർദർ എന്ന് പറയുന്നത്. സോ എന്തിനാണ് വേർദർ തൻ്റെ സെർവൻറ്റിനെ ലോട്ടേൻ്റെ വീട്ടിലേക്ക് അയച്ചതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ഹിസ് ക്രേസി ലവ് ഫോർ ലോട്ടെ. ഓക്കെ, അപ്പോൾ സെർവൻറ്റിനെ അയക്കുന്നത് വഴി ഹി ക്യാൻ ഹാവ് സം വൺ ഹു ഹാസ് ബീൻ ക്ലോസ് ടു ഹെർ നിയർ ഹിം. ഓക്കെ, സെർവൻറ്റ് കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് സെർവൻറ്റിനെ വേർദർ അങ്ങോട്ട് വിടുന്നത്. ഓക്കെ, സോ അതാണ് ഗോത്തേൻ്റെ വെർദർ എന്നുള്ള ആ ഒരു ക്യാരക്ടർ. സോ എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ഹിസ് ക്രേസി ലവ് ഫോർ ഷാർലോട്ട് അല്ലെങ്കിൽ ലോട്ടെ ആൻഡ് സോ ദാറ്റ് ഹി ക്യാൻ ഹാവ് സം വൺ ഹു ഹാസ് ബീൻ നിയർ ഹെർ വിത്ത് ഹിം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് അമാൻഡ മിക്കലോപൗലോ ഡിഫൈൻസ് എ ഹീറോ? അമാൻഡ മിക്കലോപൗലോ ഈ ചാപ്റ്ററിൻ്റെ എഴുതിയത് ഇവരാണ്. അമാൻഡ മിക്കലോപൗലോ ഒരു ഹീറോനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹീറോനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ദ ഡിഫറൻസ് ഹി ഷോസ് ഫ്രം അതേഴ്സ്. മറ്റൊരാളിൽ നിന്നും കാണിക്കുന്ന ഡിഫറൻസിലൂടെയാണ് അമാൻഡ മിക്കലോപൗലോ ഒരു ഹീറോനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കറേജിൻ്റെ ഒരു സൈനായിട്ടാണ് ഇവർ പറയുന്നത്. ഡിഫറൻസ് ഇസ് എ സൈൻ ഓഫ് കറേജ്. ഓക്കെ, സോ ഒരു ഹീറോ പറഞ്ഞാൽ എന്താണ്? എ ഹീറോ ചൂസസ് വാട്ട് ഹീ വാണ്ട്സ് ടു ബി. ഓക്കെ, ഒരു ഹീറോനെ എന്തായിരിക്കണം എന്ന് അവൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒഡീസിയസ് എന്താണ്? ഇപ്പോൾ ഒരു വാണ്ടററാണ്. സോ ഹി ക്യാൻ ബി സമ്മൺ ലൈക്ക് ഒഡീസിയസ്, ക്യാൻ ബി വാണ്ടറർ ലൈക്ക് ഒഡീസിയസ്. അല്ലെങ്കിൽ ഹാംലെറ്റിനെ പോലെ ഗോസ്റ്റിനെ കാണുന്ന ഒരാളാവാം. അല്ലെങ്കിൽ ഒരു മാഡ് ക്യാപ്പ് അഡ്വഞ്ചറർ ആയിട്ടുള്ള ഡോൺ ക്വിക്സോട്ടിനെ പോലെ ആവാം. അല്ലെങ്കിൽ ഭയങ്കര പാഷനേറ്റ് ലവർ ലൈക്ക് വേർദർ ആകാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ഹീറോ എന്താവണം എന്ന് ചൂസ് ചെയ്യണത് ഹീറോ തന്നെയാണ്. സോ ഹൗ ഡസ് അമാൻഡ മിക്കലോപൗലോ ഡിഫൈൻസ് എ ഹീറോ എന്ന് ചോദിച്ചാൽ അമാൻഡ മിക്കലോപൗലോ ഡിഫൈൻസ് എ ഹീറോ ബൈ ദ ഡിഫറൻസ് ഹി ഷോസ് ഫ്രം അതേഴ്സ്. ഓക്കെ, ഡിഫറൻസ് ഈസ് എ സൈൻ ഓഫ് കറേജ്. A hero chooses what he wants to be. He can be a wanderer like Odysseus, a person who sees ghosts like Hamlet, a madcap adventurer like Don Quixote, or a passionate lover like Werther. Okay? പിന്നെ അതിൽ ചോദിക്കാവുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ വൺ റീഡ്സ് ദ എംബ്ലമാറ്റിക് വർക്ക്സ് ഓഫ് ദ യൂറോപ്യൻ ട്രഡീഷൻ. യൂറോപ്യൻ ട്രഡീഷനിലെ എംബ്ലമാറ്റിക് വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകാത്മകമായിട്ടുള്ള കൃതികൾ. അത് വായിക്കുമ്പോൾ എന്താണ് ഒരാൾക്ക് സംഭവിക്കുക?
Okay, what happens when one reads the emblematic works of the European tradition? എന്താ സംഭവിക്കുക? ഒരാൾ യൂറോപ്യൻ ട്രഡീഷനിലെ എംബ്ലമാറ്റിക് പ്രതീകാത്മകമായിട്ടുള്ള ഓരോ വർക്ക് വായിക്കുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവുക ഒരു കോഡഡ് റാഡിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അതർ ആണ്. അതായത് മറ്റുള്ളവർ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതിനെ പറ്റിയിട്ടൊരു ഭയങ്കര റാഡിക്കലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇത് വായിക്കുന്ന ആൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ അയാൾ മനസ്സിലാക്കാൻ തുടങ്ങും, അതായത് അതർ എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. അതായത് പെട്ടെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ അതർ, മറ്റുള്ളവർ എന്നുള്ളത്. അതുമായി തന്നെ അവരെ പെട്ടെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ആ കാര്യം അവർക്ക് മനസ്സിലാവും. ദേ അക്സെപ്റ്റ് ദാറ്റ് അതർ ഈസ് എ മിസ്റ്ററി ആൻഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി ഈസിലി ഡിഫൈൻഡ്. ഓക്കെ, സോ ഒഡീസിയസ് എന്ന് പറയുമ്പോൾ ആ ഒരു കൃതിയിൽ എന്താണ്, ഒരു ഷിപ്രക്ഡ് സെയിലറാണ്. പക്ഷേ അദ്ദേഹം എന്താണ്, ഹീ ഈസ് നോട്ട് മിയർലി എ ഷിപ്രക്ഡ് മാൻ. ഓക്കെ, അന്ന് ഒഡീസിയസ് അങ്ങനെ ഷിപ്രക്ഡ് സെയിലറായി അയാൾ ഭയങ്കര ക്ഷീണിതനായിട്ട് വിശന്ന് വലഞ്ഞ് ഫേഷ്യ എന്നുള്ള ഐലൻഡിൽ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ഇന്ന് നമുക്ക് കാണാൻ പറ്റും, ആയിരക്കണക്കിന് റെഫ്യൂജീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേമാതിരി യൂറോപ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ചിത്രം നമുക്കിന്ന് കാണാൻ പറ്റും. സോ അന്ന് തന്നെ ഈ ഒരു കാര്യമാണ് അവിടെ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒഡീസിയസ് ഇസ് നോട്ട് എ മിയർ ഷിപ്രക്ഡ് മാൻ. Okay, who came to the island of Asia. Now one can see people, refugees arriving on the shores of Europe every day. എന്നും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. Okay, so when one reads the emblematic works of the European tradition, they begins to have a very radical understanding of the other എന്നുള്ള കോൺസെപ്റ്റ്. Okay, they accept that other is a mystery and it cannot be easily defined. പിന്നെ ഒരു എക്സാമ്പിൾ പോലെ പറയുക, ഒഡീസിയസ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് ജസ്റ്റ് എ ഷിപ്രക്ഡ് സെയിലർ who happened to came to the island of Asia. Okay, right now we can see thousands of refugees coming to the shores of Europe every day. Okay, അപ്പോൾ അത്രയുള്ള എംബ്ലമാറ്റിക് വർക്ക്സ് ഓഫ് യൂറോപ്യൻ ട്രഡീഷൻ വായിച്ചു കഴിഞ്ഞാൽ ദ അതർ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള റാഡിക്കലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഡീസിയസ് ആസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ മോഡേൺ റെഫ്യൂജി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, മോഡേൺ റെഫ്യൂജി ഇന്നത്തെ കാലത്തുള്ള അഭയാർത്ഥികളുടെ ഒരു പ്രോട്ടോടൈപ്പ്, ഒരു മോഡലാണ് ഒഡീസിയസ് എന്നുള്ള കാര്യം. അതിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര റെലവൻറ്റും ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒഡീസിയസ് മോഡേൺ റെഫ്യൂജീസിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണെന്നുള്ള കാര്യം? നമുക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്നൊന്ന് എടുത്ത് എഴുതാം. ഒഡീസിയസ് ഇസ് certainly a prototype of the modern refugee. കാരണം ഹോമറിൻ്റെ എപ്പിക്കായിട്ടുള്ള ഒഡീസിയിലെ ക്യാരക്ടറാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ക്യാരക്ടറല്ല, ഹീറോ, ഏറ്റവും മെയിൻ ഹീറോ ആണ് ഒഡീസിയസ്, ഹോമറിൻ്റെ ഒഡീസി എന്നുള്ളതിൽ. സോ ഒഡീസിയസ് ഒരു ഷിപ്രക്ഡ് സെയിലറാണ്. സോ ഇത്താക്കയിലാണ് ഇയാളുടെ വീട് ശരിക്കും. ഓക്കെ, അപ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകണ വഴിയാണ് ഈ കപ്പൽ അപകടം സംഭവിക്കുന്നത്. സോ ഓൺ ഹിസ് വേ ഹോം ഇൻ ഇത്താക്ക, അയാളുടെ കപ്പൽ ഒരു ദുരന്തത്തിൽ പെടുകയാണ്. അങ്ങനെ ആൾ എത്തിപ്പെടുന്നത് എവിടെയാണ്? ഫേഷ്യ എന്നുള്ള ഐലൻഡിലാണ്. ശരിക്കും ആൾ ഇത്താക്കയിലാണ് എത്തേണ്ടത്, പക്ഷേ അതിന് പകരം ഫേഷ്യയിൽ എത്തിപ്പെടുക ചെയ്യുന്നത്. സോ അവിടെ വെച്ചിട്ട് ഇയാൾ ആരെയാണ് കാണുന്നത്? നോസിക്ക ആൻഡ് ഹെർ ഫ്രണ്ട്സ്, നോസിക്കേനെയും ആളുടെ ഫ്രണ്ട്സിനെയും കാണാണ്. നോസിക്ക എന്ന് പറയുന്നത് അവിടുത്തെ ആ ഫേഷ്യയിലത്തെ കിങ്ങിൻ്റെ ഡോട്ടറാണ്, ദ പ്രിൻസസ് ഓഫ് ദാറ്റ് ഐലൻഡാണ് നോസിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഒഡീസിയസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇൽ കെപ്റ്റ് ലയൺ, പട്ടിണിക്കിട്ടൊരു സിംഹത്തിനെ പോലെ ഭയങ്കര വിശന്ന് വലഞ്ഞ് അങ്ങനെയാണ് ഒഡീസിയസ് ഉണ്ടായിരുന്നത്. അവൻ്റെ കണ്ണിൽ ഈ ഒരു വിശപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒരു ഇരേനെ പിടിക്കാനുള്ള ഒരു സിംഹത്തിനെ പോലെ ബേണിംഗ് ആയിരുന്നു അവൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതേമാതിരി തന്നെയാണ് ഇന്നത്തെ കാലത്ത് റെഫ്യൂജീസ് എന്ന് പറയുന്നത്. എന്താണ്, അവർക്കും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ദേ ആർ ഇൽ കെപ്റ്റ്, ഭക്ഷണം കിട്ടുന്നില്ല, ആൻഡ് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡില്ല, ക്ലോത്തിങ് ഇല്ല, ഷെൽറ്റർ ഇല്ല, എവിടെ പോകണമെന്നറിയില്ല, ആരെ കാണണം എന്നറിയില്ല. ഈ ഒഡീസിയസിൻ്റെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇന്നത്തെ റെഫ്യൂജീസിൻ്റെ സിറ്റുവേഷൻ. ദിസ് വി ആർ വെരി ഒബ്വിയസ് ദാറ്റ് ഒഡീസിയസ് ഇസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ മോഡേൺ റെഫ്യൂജി. ഓക്കെ, അങ്ങനെ എഴുതിയേക്കാം. സോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒഡീസിയസ് ഇസ് സർട്ടൺലി എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ മോഡേൺ റെഫ്യൂജി. He is the hero of Homer's epic Odyssey. Odysseus is a shipwrecked sailor, and on his way home to Ithaca, he is shipwrecked. He is then washed ashore in an island called Phaeacia, where he is seen by Nausicaa and her friends. Nausicaa is the princess of that island. So to her and her friends, Odysseus is like an ill-kept lion. Okay, he was starving and his eyes are burning. So there is very much urgency in his hunger. The modern refugees are very much like Odysseus. They are also very hungry and ill-kept.
they have no proper food, clothes or shelter, and they don't know where to go or whom to meet. Thus Odysseus is a prototype of the modern refugees. ഇത്രയുള്ളൂ ഇത് എഴുതാൻ. നമുക്ക് തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാം, കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതെന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ എക്സാമിന് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ആ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻ നമ്പറും ഇട്ടിട്ട് ആ ചാപ്റ്ററിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഓക്കെ, കറക്റ്റ് ആൻസർ അറിയില്ല എന്ന് വെച്ച് അത് വിടാതെ എന്തെങ്കിലും എഴുതി വയ്ക്കുക. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, നമ്പർ മാറാതെ ശ്രദ്ധിക്കും വേണം. ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് തന്നെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ലിറ്ററേച്ചർ ബ്രോഡൻ ദ ഐഡിയ ഓഫ് ദ അതർ? ദ അതർ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതിനെങ്ങനെയാണ് സാഹിത്യം എലാബറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രോഡൻ ചെയ്യുന്നത്, വിപുലീകരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചർ ആ ഒരു ഐഡിയ ദ അതർ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ബ്രോഡൻ ചെയ്യുന്നത് നമുക്ക് എക്സാമ്പിൾസ് തന്നിട്ടാണ്. ഓക്കെ, വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ എക്സാമ്പിൾസ് തന്നിട്ടാണ് ലിറ്ററേച്ചർ ഈ ദ അതർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് ബ്രോഡൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സമൂഹത്തിലുള്ള പല രീതിയിൽ സ്ട്രേഞ്ച് തിങ്സ് ആൻഡ് പെക്യൂലിയാരിറ്റീസ് ഉള്ള പല ആളുകളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയാണ് ലിറ്ററേച്ചർ അങ്ങനെ ചെയ്യുന്നത്. സോ ലിറ്ററേച്ചർ പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അയാളാണ് ഹീറോ. ഓക്കെ, ഒരു ഡിഫറൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൈൻ ഓഫ് കറേജ്, അങ്ങനെയാണ് ലിറ്ററേച്ചർ പറയുന്നത്. ഓക്കെ, ഒരു ഹീറോ എന്താണ്? ഹി ചൂസസ് ടു ബി എ ഹീറോ. അയാൾ എന്താവണമെന്ന് അയാൾ തന്നെയാണ് ചിന്തിക്കുന്നത്. സോ ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ ഐഡിയാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫിക്ഷൻ ആണെങ്കിൽ എന്താണ്? ഫിക്ഷൻ ടീച്ചേഴ്സ് us to think creatively about difference. Literature teaches us about persons and their experiences. സോ ലിറ്ററേച്ചറാണ് നമ്മളെ ഒരാളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലിറ്ററേച്ചറാണ്. സോ അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തത്? അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ട്രാജഡീനെ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ അരിസ്റ്റോട്ടിൽ കോൾഡ് ട്രാജഡി ആസ് ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ. അതുമാതിരി തന്നെ ലിറ്ററേച്ചർ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ പറയുക, നമുക്ക് നമ്മുടെ മൈൻഡിനെയും ഹാർട്ടിനെയും ഒക്കെ ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പീപ്പിൾ, ആളുകളുടെ മനസ്സിനെയും ഹൃദയത്തിനെയും പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലിറ്ററേച്ചറാണ്. ഓക്കെ, ഹ്യൂമൻ്റെ എല്ലാ കാര്യങ്ങളും ലൈക്ക് ഗിൽട്ട്, ജലസി, ഡെസ്പെയർ, വയലൻസ്, ആങ്സൈറ്റി, ഓക്കെ, ഫിയർ ഓഫ് ഡെത്ത്, ഇതൊക്കെ ഹ്യൂമൻ്റെ ക്വാളിറ്റീസാണ്. ഇതെല്ലാതും നമുക്ക് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. ഓക്കെ, സോ എഡ്യൂക്കേഷൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇമാജിനേഷനാണ്. പക്ഷേ അവിടെ വരുന്നൊരു കോൺസെപ്റ്റാണ് ലിറ്ററേച്ചർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇമാജിനേഷൻ്റെ ഒരു ഹബ്ബായിട്ട് ലിറ്ററേച്ചർ പ്രവർത്തിക്കുന്നുണ്ട്. സോ നമ്മൾ യൂറോപ്യൻ ട്രഡീഷൻ്റെ ഒക്കെ അങ്ങനത്തെ ക്ലാസിക്സ് വായിക്കുന്ന ടൈമിൽ വി ആർ ഹാവിങ് എ റാഡിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ അതർ. ആൻഡ് നമുക്കെന്ത് പറ്റുന്ന നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതർ എന്നുള്ളതൊരു മിസ്റ്ററിയാണ്, അതിന് ഈസിലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൗ ഡസ് ലിറ്ററേച്ചർ ബ്രോഡൻ ദ ഐഡിയ ഓഫ് ദ അതർ എന്ന് ചോദിച്ചാൽ ബൈ ഗിവിങ് അസ് എക്സാമ്പിൾസ്. നമുക്ക് ലിറ്ററേച്ചറിലൂടെ എക്സാമ്പിൾസ് തന്നിട്ട് ലിറ്ററേച്ചർ ഇസ് ഗിവിങ് അസ് എക്സാമ്പിൾസ് അബൌട്ട് ദ പീപ്പിൾ ഹു തിങ്ക് ഡിഫറെൻ്റ്ലി. ഓക്കെ, ആൻഡ് വേറെ എന്താ പറയുന്നത്? ലിറ്ററേച്ചർ പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെന്താണ്? ഹീറോ ആണ്. ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് കറേജ് എന്ന് പറയുന്നുണ്ട് ലിറ്ററേച്ചർ. ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ ഹി ചൂസസ് ടു ബി എ ഹീറോ, അതായത് എന്താവണം എന്നുള്ളത് അയാളാണ് തീരുമാനിക്കുന്നത്. സോ ഫിക്ഷൻ നമ്മളെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ലിറ്ററേച്ചർ നമ്മളെ ആളുകളെയും അവരുടെ എക്സ്പീരിയൻസസിനെയും പറ്റിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ കോൾഡ് ട്രാജഡി ആസ് ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ. പിന്നെ ലിറ്ററേച്ചർ നമുക്ക് വേറെ ആളുകളുടെ മൈൻഡ് ആൻഡ് ഹാർട്ടിനെ പറ്റിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലിറ്ററേച്ചറാണ്. ഓക്കെ, സോ നമ്മുടെ ഹ്യൂമൻ്റെ എല്ലാ കാര്യങ്ങളും, ഹ്യൂമൻ ആയിട്ടുള്ള ഗിൽട്ട്, ജലസി അല്ലെങ്കിൽ ഡെസ്പെയർ, വയലൻസ്, ആങ്സൈറ്റി, ഫിയർ ഓഫ് ഡെത്ത്, ഇതെല്ലാം ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. സോ എഡ്യൂക്കേഷൻ്റെ ഒരു നെഗറ്റീവാണ് ഈ ഒരു ലാക്ക് ഓഫ് ഇമാജിനേഷൻ. അവിടെ വരുന്ന ഒരു സംഭവമാണ് ലിറ്ററേച്ചർ. ഓക്കെ, ലിറ്ററേച്ചർ ഇസ് ഹബ് ഓഫ് ദിസ് ഇമാജിനേഷൻ. ഓക്കെ, സോ ഇങ്ങനെയുള്ള ക്ലാസിക്സൊക്കെ യൂറോപ്യൻ ട്രഡീഷൻ്റെ ക്ലാസിക്സൊക്കെ വായിക്കുന്ന ടൈമിൽ വി ആർ ഗെറ്റിംഗ് എ റാഡിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് അതർ ആൻഡ് വി ദെൻ അക്സെപ്റ്റ് ദാറ്റ് ദ അതർ ഇസ് എ മിസ്റ്ററി വിച്ച് കനോട്ട് ബി ഈസിലി ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ അത്രയും എഴുതിയാൽ മതി. അതാണ് ഹൗ ഡസ് ലിറ്ററേച്ചർ ബ്രോഡൻ ദ ഐഡിയ ഓഫ് ദ അതർ എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ദ എംബ്ലമാറ്റിക് ഹീറോസ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആസ് മോഡേൺ. ഓക്കെ, അതായത് യൂറോപ്യൻ ലിറ്ററേച്ചറിൻ്റെ എംബ്ലമാറ്റിക് ഹീറോസ് മോഡേൺ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ.
നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞതാണ്, അതായത് ഒഡീസിയസും വേർതറും ഹാംലെറ്റും ഡോൺ ക്വിക്സോട്ടും മോഡേൺ ആവുന്നത് അവരുടെ ആൻറ്റി ഹീറോ, മാർജിനൽ ആൻറ്റി ഹീറോയിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് കൊണ്ടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മതി. മീൻസ് അതൊരു 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താ പറയുക, ആ 4 ഹീറോസിൻ്റെയും കാര്യം പറയാം. എന്നിട്ട് പറയാം ദേ ആർ മോഡേൺ ബിക്കോസ് ദേ ആർ മാർജിനൽ ആൻറ്റി ഹീറോസ് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, എന്നിട്ട് ഇവരെ 4 പേരെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഹാംലെറ്റ് ആണെങ്കിൽ എന്താണ്, ഗോസ്റ്റിനെ കാണും. ഓക്കെ, ഗോസ്റ്റിനെ കാണുന്ന കേസ് പറയാം. അപ്പോൾ ഗോസ്റ്റിനെ കാണുന്നത് കൊണ്ട് ഈ ക്ലോഡിയസിൻ്റെയും ഗർട്രൂഡിൻ്റെയും മുന്നിൽ ഹാംലെറ്റ് ഒരു പ്രാന്തനമാരിയാണ്. ഹി ലുക്സ് ബിസയർ. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ് എന്താ സംഭവിച്ചത്, ഇത്താക്കയിലേക്ക് പോകുന്ന വഴി ഷിപ്പ് അപകടത്തിൽ പറ്റുന്നു, അങ്ങനെ ഫേഷ്യയിലെത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ഇയാളുടെ മേത്ത് ഡ്രസ്സൊന്നുമില്ല. ഹി വാസ് സ്റ്റാർവിങ് ലൈക്ക് എൻ ഇൽ കെപ്റ്റ് ലയൺ ആണ്. അപ്പോൾ ആ കണ്ടീഷൻ പറയാം. ഓക്കെ, ഹി വാസ് ഹാവിങ് ഏർജൻസി ഇൻ ഹിസ് ഹങ്കർ. ഓക്കെ, സോ ഹി വാസ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ മോഡേൺ റെഫ്യൂജീസ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഉള്ളത് വേർദറാണ്. ഗോത്തേൻ്റെ വേർദർ ക്രേസി വിത്ത് ലവ് ആണ് ടു ചാർലോട്ട്. അതിന് വേണ്ടിയിട്ട് അയാൾ സെർവൻറ്റിനെ അങ്ങോട്ട് വിടും. സെർവൻറ്റ് കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതുന്ന അത്രയും ക്രേസി ആയിട്ടുള്ള ഒരാളാണ് വേർദർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഡോൺ ക്വിക്സോട്ടാണ്. ഡോൺ ക്വിക്സോട്ട് എന്താണ്, പീസ് ടൈമിലും ആർമർ ധരിച്ച് നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് താനൊരു വാണ്ടറിങ് നൈറ്റാണ്, ദൈവത്തിൻ്റെ അംബാസഡറാണെന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. സോ ഇവരെല്ലാവരും മാർജിനൽ ആൻറ്റി ഹീറോസാണ്. നമ്മുടെ മോഡേൺ ഹീറോസ് ഇവരമാരെയാണ്. Okay, that is why emblematic heroes of European literature are said to be modern. Okay, ആ 4 കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി നമ്മൾ പറയുന്ന 2 ക്വസ്റ്റ്യൻസ് ലോങ്സ്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ഹൗ ഡസ് ലിറ്ററേച്ചർ ട്രാൻസ്ഫോം ദ കൺസർവേറ്റീവ് പെർസെപ്ഷൻ ഓഫ് ദ അതർ ആണ്. ദ അതർ ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള പഴയ ചിന്താഗതി, കൺസർവേറ്റീവ് പെർസെപ്ഷനെ എങ്ങനെയാണ് ലിറ്ററേച്ചർ ട്രാൻസ്ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് സാഹിത്യം മാറ്റിയെടുക്കുന്നത് എന്നാണ് ചോദിക്കണത്. എങ്ങനെയാണ് പറയാം, ലിറ്ററേച്ചർ ദ അതർ എന്നുള്ളതിൻ്റെ കൺസർവേറ്റീവ് പെർസെപ്ഷനെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. സോ ലിറ്ററേച്ചർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളത് ഒരു സൈൻ ഓഫ് കറേജ് ആണെന്ന് പറഞ്ഞിട്ട് ഹീറോസ് എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടാണ് ചിന്തിക്കുക എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹീറോൻ്റെ കേസ് ഇതേമാതിരി തന്നെ പറയാം. ഹീറോ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഹി ചൂസസ് ടു ബി എ ഹീറോ, ഹി ഫൈറ്റ്സ് ഫോർ ഹിസ് ഫ്രീഡം, ഹി ഫൈറ്റ്സ് ഫോർ ഹിസ് ഐഡിയാസ്. ഓക്കെ, സോ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് കറേജ്. ഹീറോ തിങ്സ് ഡിഫറെൻ്റ്ലി ആൻഡ് ലിറ്ററേച്ചർ ഡസ് അക്സെപ്റ്റ് ദം. പിന്നെ ഫിക്ഷനാണ് നമ്മളെ ഡിഫറൻസിനെ പറ്റിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ പഠിപ്പിച്ചു തരുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച ആ ക്വസ്റ്റ്യൻ്റെ അതേ ആൻസർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ ശരിക്കും നമുക്ക് എല്ലാതും എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ആൻസർ അറിയില്ലെങ്കിലും അതിൽ അറിയുന്നതെങ്കിലും എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ്റെ എല്ലാ ക്വാളിറ്റീസും ലൈക്ക് എല്ലാതും ഓൾ ദാറ്റ് ഈസ് ഹ്യൂമൻ, ഗിൽട്ട്, ജലസി, ഡെസ്പെയർ, വയലൻസ്, ഫിയർ ഓഫ് ഡെത്ത് എല്ലാതും ലിറ്ററേച്ചറിൽ വരുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷന് ലാക്ക് ഓഫ് ഇമാജിനേഷൻ വരുമ്പോൾ ലിറ്ററേച്ചർ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലിറ്ററേച്ചറിൽ ഫുൾ ഓഫ് ഇമാജിനേഷനാണ്. ഓക്കെ, പിന്നെ നമ്മൾ യൂറോപ്യൻ ട്രഡീഷൻ്റെ ക്ലാസിക്സിനെ പറ്റി പറയാം. അതിലുള്ള 4 ക്യാരക്ടേഴ്സ്, ദറ്റ് ഈസ് ഹാംലെറ്റ്, ഒഡീസിയസ്, വേർദർ ആൻഡ് ഡോൺ ക്വിക്സോട്ടിൻ്റെ ആ 4 കാര്യങ്ങളും ഒന്ന് എടുത്ത് പറയുക, അതിൻ്റെയൊക്കെ അവസ്ഥകൾ അത്രയും പറഞ്ഞാൽ മതി. ശരിക്കും ഒരു ചാപ്റ്ററിന് ലോങ് എസ്സേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എഴുതി വെച്ചാൽ മതി. അത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് എഴുതി വെച്ചാൽ അതിൻ്റെ ആൻസർ ആവും. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാലും നമ്മളിവിടെ എന്താ ചെയ്തത് ശരിക്കും നമ്മളൊരു സമ്മറി പോലെ പറയുക ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് എഴുതി വയ്ക്കുക ലോങ് എസ്സേയിൽ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ചോദിക്കാവുന്നത്, ഹൗ ഡസ് അമാൻഡ നിക്കോളോപൗലോ കൗണ്ടർ ദ വ്യൂ ദാറ്റ് റെഫ്യൂജീസ് ആസ് എ ഹോമോജീനിയസ് മാസ് ഓഫ് പീപ്പിൾ ഹു ഹാവ് കം ടു ടിറനൈസ് ദ വെസ്റ്റ്. അതായത് അഭയാർത്ഥികൾ, റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മാസ് ഓഫ് പീപ്പിൾ, ഒരേ സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്നും അവർ വെസ്റ്റിനെ ടിറനൈസ് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചവരും ആണെന്നുള്ളൊരു ഐഡിയ, ഒരു ചിന്താഗതി ഉണ്ട്. അതിനെങ്ങനെയാണ് അമാൻഡ നിക്കോളോപൗലോ കൗണ്ടർ ചെയ്യുന്നത്, എതിർക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? സോ വെസ്റ്റിലെ പല ആളുകളും ചിന്തിക്കുന്നത് റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അവരെ ടൈറനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്നാണ്. ഓക്കെ, പക്ഷേ റെഫ്യൂജീസ് ശരിക്കും വെസ്റ്റിൽ പോകുന്നത് അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവർ വിക്ടിംസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ആണ്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ സിറ്റുവേഷൻസിൻ്റെ ഇരകളായിട്ട് മാറിയവരാണ് ഈ റെഫ്യൂജീസ് എന്ന് പറയുന്നത്.
ഓക്കെ, അവരുടെ ഹോംലാൻഡിൽ നിന്ന് വാറ് അല്ലെങ്കിൽ റേസിസം അല്ലെങ്കിൽ റിലീജിയസ് പൊളിറ്റിക്കൽ ഡിഫറൻസസ് കാരണം സ്വന്തം വീടും നാടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ആളുകളാണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്സ് അല്ലെങ്കിൽ ഡ്രോട്ട് അതുകൊണ്ടും അവർക്ക് അങ്ങനെ പോകേണ്ടി വരുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും അവർ വെസ്റ്റിനെ പേടിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആളുകളല്ല. പിന്നെ ആരും റൈറ്റ് സെൻസിലുള്ള ഒരാൾക്കും റെഫ്യൂജി ആണെന്ന് ആഗ്രഹിക്കില്ല. ബട്ട് പീപ്പിൾ ആർ ബിക്കമിങ് റെഫ്യൂജീസ് ബിക്കോസ് ഓഫ് ദെയർ സർക്കംസ്റ്റൻസസ് വിച്ച് ആർ നോട്ട് അണ്ടർ ദെയർ കൺട്രോൾ. അവരുടെ കൺട്രോളിലല്ലാത്ത ഓരോ അവസ്ഥകൾ വന്നിട്ടാണ് അവർ റെഫ്യൂജീസ് ആവുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ എത്തിക്കുന്ന എക്സാമ്പിൾസ് എടുക്കുക. അപ്പോൾ ഒഡീസിയസ് ഇത്താക്കയിലേക്ക് പോകാൻ വേണ്ടി പോയ ആളാണ്. പക്ഷേ വഴിയിൽ വെച്ചിട്ട് കപ്പൽ ദുരന്തം സംഭവിക്കുക, അങ്ങനെയാണ് ഫേഷ്യയിലേക്ക് എത്തുക ചെയ്യുന്നത്. അങ്ങനെയല്ല അവിടെ സംഭവിക്കുന്നത്. സോ അതേ ഒഡീസിയസിൻ്റെ അതേ അവസ്ഥയാണ് മോഡേൺ റെഫ്യൂജീസിനും. അവർ വിചാരിച്ചത് ഒരു കാര്യമായിരിക്കും, പക്ഷെ നടന്നത് വേറെയും. അവർ എത്രത്തോളം ഹംഗ്രി ആൻഡ് മിസറബിൾ ആയിട്ടായിരിക്കും അവരുടെ സ്വന്തം നാടൊക്കെ വിട്ടിട്ട് പോകുന്നത്. സോ ദേ ആർ നോട്ട് ഗോയിങ് ടു വെസ്റ്റ് ടു ടിറാനൈസ് ദം. ഓക്കെ, ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് 100 കണക്കിന് മൈൽ ഡെസേർട്ടും ഫോറസ്റ്റും ഒക്കെ നടന്ന് നീങ്ങിയിട്ട് ഈവൻ പ്രോപ്പർ ക്ലോത്ത്സ് ഇല്ല, പ്രോപ്പർ ഫുഡില്ല, ഒന്നുമില്ലാതെയാണ് അവർ വേറൊരു കൺട്രിയിലേക്ക് പോകുന്നത്. ഓക്കെ, സോ അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമാൻഡ മിക്കലോ പോലും. സോ ഈ റെഫ്യൂജീസ് ദേ ആർ നോട്ട് ഹോമോജീനിയസ് മാസ് ഓഫ് പീപ്പിൾ. അവരൊക്കെ ഡിഫറെൻ്റ് ആണ്, കാരണം എല്ലാ ഹ്യൂമൻ ബീങ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പക്ഷെ അവരുടെ മിസറി, അവരുടെ ആ ദുരന്തമാണ് അവരെ ഒരേപോലെ ആക്കുന്നത്. കാരണം അവരെല്ലാവരും വീട് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നാട് നഷ്ടപ്പെട്ടവരാണ്. അതാണ് അവിടെ ഒരുമിച്ചുള്ളത്. ബട്ട് ആസ് ഹ്യൂമൻസ് അവരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. സോ അവർ വെസ്റ്റിലേക്ക് പോകുന്നത് വെസ്റ്റിനെ കോൺക്വർ ചെയ്യാനോ അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യാനോ ഒന്നിനും അല്ല. ദേ ആർ ഗോയിങ് ഫോർ എ ഷെൽട്ടർ. ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. സോ വെസ്റ്റത്തെ ആളുകൾ എന്ത് ചെയ്യണം? ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പ്ലൈറ്റ് ഓഫ് ദീസ് റെഫ്യൂജീസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു എപ്പിക്സൊക്കെ വായിക്കുന്നതിലൂടെ കുറേ ഐഡിയാസ്, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് അമാൻഡ മിക്കലോപൂലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റെഫ്യൂജീസ് വെസ്റ്റ് ടൈറനൈസ് ചെയ്യാൻ പോകുന്ന ആളുകളല്ല എന്നുള്ളത് മനസ്സിലാക്കി തരണമെന്ന് ചോദിച്ചാൽ ഇത് ആര് പറഞ്ഞാൽ മതി. ജസ്റ്റ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സെൻറ്റൻസിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇംഗ്ലീഷ് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്താണ്, റെഫ്യൂജീസ് വിക്ടിംസ് ആണ്, വിക്ടിംസ് ഓഫ് സർക്കംസ്റ്റൻസസ് ആണ്. അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ വാറ്, റേസിസം, അതുമാതിരി പൊളിറ്റിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് ഡിഫറൻസസ്, ഇതൊക്കെയാണ് കാരണം. ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റീസും കാരണമാവും. പിന്നെ ഒഡീസിയസിൻ്റെ കാര്യം പറയാം. ഒഡീസിയസിൻ്റെ മാതിരി തന്നെ ഒഡീസിയസ് പ്രോട്ടോടൈപ്പ് ഓഫ് മോഡേൺ റെഫ്യൂജീസ് ആണെന്ന് പറയാം. ആൻഡ് ദെൻ വെസ്റ്റ് ഇതൊക്കെ മനസ്സിലാക്കണം. സോ ഇങ്ങനത്തെ എപ്പിക്സ് വായിക്കുന്നതിലൂടെ വിൽ ഗെറ്റ് എ റേഡിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി കിട്ടും. പിന്നെ ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞാൽ ലോങ് എസ്സേ ഏത് വന്നാലും ആ ചാപ്റ്ററിൻ്റെ സമ്മറി എഴുതി വയ്ക്കുക. എന്താണ് നിങ്ങൾക്ക് ചാപ്റ്ററിൽ അറിയാതെ എഴുതി വയ്ക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇനി അടുത്തത് ഇതിൽ കൊമാല എന്നുള്ള ചാപ്റ്ററാണ്. സോ കൊമാല എന്നുള്ള ചാപ്റ്റർ നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര എസെൻഷ്യലാണ്. സോ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.